തിന്നാൻ കൊടുക്കുക ഇനിയിപ്പോ ഒന്നേ തോന്നോട്ടെ ഇനി അറിയിക്കുന്നേ പണി ലീവ് ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വരുമാനം. ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്കൊരു വരുമാനം നേടിയെടുക്കാന്നുള്ളത് മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ മനസ്സ് വെക്കണം കേട്ടോ, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇന്ന് ഞാൻ ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയ എൻ്റെ കോഴിമക്കൾ പുതിയൊരു വീട്ടിലേക്ക്, അതായത് മറ്റൊരു കൂട്ടിലേക്ക് താമസം മാറുകയാണ്. അവരെ വാങ്ങാൻ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു, അമ്മ കോഴി നോക്കാതിരുന്ന കുഞ്ഞുങ്ങളാണിവർ. അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവരെ വളർത്തിക്കൊണ്ട് വന്നത്. ഇവർ വിരഞ്ഞിറങ്ങിയ ദിവസവും അവർ വളർന്നു വന്നതും എല്ലാം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ ഒരു കലപില മക്കളാണ്. സാധാരണ നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചിറങ്ങുന്ന കോഴിമക്കൾക്ക് ഒരു അമ്മക്കോഴിയുടെ ഒരു സാമീപ്യവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർ നമ്മൾ ഫുഡ് കൊടുത്താൽ ആ ഒരു ചൂടത്ത് കിടന്ന് അങ്ങ് വരും. പക്ഷെ അവരിത്ര സൗണ്ട് ഉണ്ടാക്കുകയോ നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യില്ല. പക്ഷേ ഇവരങ്ങനെയല്ലായിരുന്നു. ഇവർക്ക് ഓൾറെഡി അറിയായിരുന്നു ഇവർക്കൊരു അമ്മക്കോഴി ഉണ്ട് എന്നുള്ളത്. അപ്പം ആദ്യത്തെ ഒരു 4-5 ദിവസം ഇവരൊട്ടും ഫുഡൊന്നും കഴിക്കാതെ ഒരു അമ്മക്കോഴീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് കൂട്ടിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി നടന്നു. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി കരഞ്ഞിട്ട് കാര്യമില്ല, അമ്മക്കോഴി വരില്ല എന്നുള്ളത്. ആ ഒരു സമയത്തൊക്കെ ഞാൻ തീറ്റയൊക്കെ വെച്ചു, ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അവർ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു. അങ്ങനെയാണ് അവർ വളർന്നു വന്നത്. സാധാരണ കോഴിമക്കളെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുമ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷേ ഇവരെ കൊണ്ടുപോയപ്പോൾ എന്തോ എനിക്കും മക്കൾക്കും കുറച്ച് സങ്കടമൊക്കെ വന്നു കേട്ടോ. പക്ഷേ ഇതാണ് നമ്മുടെ കച്ചവടം. നമ്മളെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മളൊരിക്കലും നിരാശപ്പെടുത്തരുത്. നമ്മുടെ അടുത്തുള്ള കോഴിയെ ആവശ്യപ്പെട്ടാൽ കയ്യിലുള്ളതാണെങ്കിൽ നമ്മളത് അവർക്ക് കൊടുക്കണം. കാരണം ഇന്നത്തെ കസ്റ്റമർ നാളെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയേക്കാം. ഒരു പക്ഷേ അവർ മുഖേന നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. അതുമാത്രമല്ല, അവരൊരു കോഴീനെ ചോദിച്ച് വരുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിന് കോഴീനെ കൊടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു കോഴീനെ പിടിച്ചു കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവർക്ക് അറിയുന്ന ഏതെങ്കിലും ഒരാൾ നമ്മളെടുത്ത് കോഴീനെ വാങ്ങാൻ വരികയാണെങ്കിൽ അവർ ആ ആളുകളെ പറഞ്ഞ് നിരാശപ്പെടുത്തും. അവിടേക്ക് പോയിട്ട് കാര്യമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കോഴീനെ അവർ പിടിച്ചു തരുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനൊന്നും അവർ തരില്ല. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങുന്നത്, പിന്നെ അവർക്ക് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് കസ്റ്റമേഴ്സ് വന്നാലും അവരേത് കോഴീനെയാണോ പറയുന്നത് അതിനെയാണ് കൊടുക്കാറ്. അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അസുഖങ്ങളുള്ളതിനൊന്നും കൊടുക്കാറില്ല. എന്നെപ്പോലെ തുറന്നു വിട്ട്, അതായത് വൈകിട്ടൊക്കെ തുറന്നു വിട്ട് കോഴീനെ വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങളടുത്ത് കോഴീനെ വാങ്ങാൻ ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്തായാലും കോഴീനെ കൊടുക്കുക. കാരണം വൈകിട്ട് ഒരു 10 കോഴീനെ തുറന്നു വിട്ടാൽ തിരിച്ച് എത്ര എണ്ണം വന്ന് കൂട്ടിൽ കയറുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മൾ ആർക്കും കൊടുക്കരുത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അങ്ങനത്തെ കോഴികൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് കൊടുക്കാതെ വെച്ച കോഴീനെയൊക്കെ ആയിരിക്കും മിക്കവാറും കുറുക്കനും കീരിയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ കോഴീനെ വാങ്ങാൻ വന്നു, അപ്പോൾ അവർ ചോദിച്ച കോഴീനെ നിങ്ങൾ കൊടുത്തില്ല, വേറെ കോഴീനെ കൊടുത്തു. പക്ഷേ ആ ഒരു കോഴീനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല കേട്ടോ, എൻ്റെ അമ്മയ്ക്കാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ആടിനെ വളർത്തിയിരുന്നു. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ പുറത്തൊന്നും വിൽക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ അങ്ങനെ കിട്ടിയത് കൊണ്ട് വളർത്തി. അങ്ങനെ ഒരു അമ്മയാടിന് 2-3 കുഞ്ഞുങ്ങളുണ്ടായി. ഒരാൾ അടുത്ത വീട്ടിൽ എവിടെയോ ആടിനെ നോക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അയാൾ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഞങ്ങൾ ആടിനെ കണ്ടു. അപ്പോൾ ആട് വലുതായിട്ടില്ല, ഒരു കുണ്ടനാടുണ്ടായിരുന്നു, അത് വലുതായിട്ടില്ല. ആൾ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു, നിങ്ങൾ ആടിനെ കൊടുക്കുന്നുണ്ടോ, ഇത്ര രൂപ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞു, ഇല്ല ഞങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അത് ഏകദേശം ഒരു വൈകുന്നേരം, ഇരുടായിട്ടില്ല, ഏകദേശം ഒരു വൈകിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു പുള്ളി വന്ന് ചോദിച്ചത്. അതും പറഞ്ഞ് പുള്ളി പോയി. ഓക്കെ, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പറയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി. ഒരു വൈകിട്ട് 5:30 ആയ സമയത്ത് അമ്മ ആടിനെ അഴിച്ച് കെട്ടാൻ പോയ സമയത്ത് ഈ കുണ്ടനാടുണ്ട് തൂങ്ങിക്കിടക്കുന്നു. മതിലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയ സമയത്ത് ഒരു ചെടീൻ്റെ വള്ളിക്കിട്ട് ഇതിൻ്റെ കയറ് കുടുങ്ങി ഇത് തൂങ്ങിപ്പോയി, ഇത് ചത്തുപോയിട്ടോ. അന്നപ്പം അമ്മ വല്ലാതെ കരഞ്ഞു. അന്ന് നമ്മളിപ്പോൾ ഒരാളുകളൊക്കെ മരിച്ചാൽ എങ്ങനെയാണോ പൊട്ടിക്കരയുന്നത് അതുപോലെയായിരുന്നു അമ്മ ആടിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നത്. അത് കണ്ടപ്പം ഞാനൊക്കെ ചെറുതാണ് കേട്ടോ, ഞാനും അനിയനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായമാണ്. ഭയങ്കര വിഷമം വന്നു. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആര് കോഴിക്ക് വന്നാലും ഞാൻ അവരോട് എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷേ ഇത് പുള്ളിയുള്ളതാണ്, ഇതിന് ഞാൻ കൊടുക്കില്ല അങ്ങനെയൊന്നും പറയാറില്ല. എനിക്ക് കൊടുക്കാൻ കഴിയുന്ന കോഴികളാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്.
അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പ്രായമായ കോഴികളൊന്നുമില്ല കേട്ടോ. ഈ ഒരു മക്കളുടെ അമ്മക്കോഴി മാത്രമേ എൻ്റെ അടുത്ത് 2.5 വയസ്സായതുള്ളൂ. ബാക്കി എല്ലാ കോഴികൾക്കും 1 വയസ്സ് 1.5 വയസ്സ് ആ ഒരു ഏജിലാണ് അവരുള്ളത്. ചില ആളുകളൊക്കെ പറയാറുണ്ട് 10 വയസ്സായ അല്ലെങ്കിൽ 8 വയസ്സായ കോഴികളൊക്കെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് കോഴിയുടെ പ്രായം അതിൻ്റെ കാല് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നിങ്ങൾ കോഴീനെ വാങ്ങാൻ പോകുന്ന സമയത്ത് അതിൻ്റെ കാല് നോക്കിയാൽ ഏറ്റവും മുകളിൽ ഒരു വിരലിൻ്റെ അടയാളം കാണാം. അത് കോഴി വളരുന്നതിനനുസരിച്ച് അതും വളരും കേട്ടോ. അതായത് 1 2 വർഷം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് നഖം വളർന്നു വരുന്നത് പോലെ അവിടെ ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ നിങ്ങൾക്ക് കോഴിയുടെ കാല് കണ്ടാൽ തന്നെ മനസ്സിലാവും കോഴിക്ക് എത്ര പ്രായം ഉണ്ടെന്നുള്ളത്. 5-8 വർഷമൊക്കെ ആയ കോഴിയാണെങ്കിൽ അത് നമ്മുടെ ഈ നഖമൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചതുപോലെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അല്ലാതെ ചെറിയ കുറ്റി മോഡലൊക്കെ ആണെങ്കിൽ ആ കോഴിക്ക് അധികം പ്രായമില്ല. എൻ്റെ അടുത്തുള്ള കോഴികൾക്കും അധികം പ്രായമല്ല. ഈ കുഞ്ഞുമക്കളുടെ അമ്മയ്ക്ക് മാത്രമാണ് 2.5 വയസ്സ്. ബാക്കി എല്ലാ കോഴികൾക്കും 1 വയസ്സ് 1.5 വയസ്സ് അങ്ങനെയാണ് കേട്ടോ. അതിൽ കൂടുതൽ വയസ്സുള്ള കോഴികൾ എൻ്റെ അടുത്തും ഇല്ല. കാരണം ഞാൻ പുതിയ ബാച്ച് ഇറക്കുമ്പം പഴയ ബാച്ചുകളൊക്കെ ഇങ്ങനെ പോകും. ആളുകൾ വന്നിട്ട് വാങ്ങും. നമ്മളടുത്ത് കൂടുതലായിട്ടും വരുന്നത് വളർത്താനാണ് കേട്ടോ. വളർത്താൻ, അതുപോലെ നമുക്ക് കർക്കിടക മാസത്തിൽ കോഴിക്ക് ചിലവുണ്ട്, ഉത്സവ സീസണ്. അത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ കോഴികളെ വളർത്തേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ വിരിയിപ്പിക്കേണ്ട ഒരു സമയമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇനി എങ്ങനെ കോഴീനെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. കാരണം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു. ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫുഡ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോഴികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ കോഴിമക്കളില്ല. നമുക്കത് അടുത്ത ബാച്ച് ഇറക്കുന്ന സമയത്ത് അവർക്ക് 7ാമത്തെ ദിവസം 21, 28 അല്ല 7, 14, 21, 28 കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോഴിമക്കളില്ല. അത് ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഒരുപാട് ആളുകൾ വീഡിയോ കാണുമ്പം ചോദിക്കുന്നുണ്ട് സ്ഥലം എവിടെയാണ് ചേച്ചി എന്നുള്ളത്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. അപ്പം കോഴിക്കോടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ കോഴിമക്കൾ എല്ലാ ഫുഡും കഴിക്കും കേട്ടോ. ഇവർക്കിപ്പോൾ ഞാൻ 4 ദിവസം മുന്നേ ചോറ് കൊടുത്തു തുടങ്ങി. ചോറിൽ തീറ്റ ഇട്ടു. അതുപോലെ വത്തക്ക, പിന്നെ അതുപോലെ ചക്കയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മീനിൻ്റെ തല കൂട്ടി കുഴച്ചിട്ട് അതും ചോറിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടു. അതായത് പോയിട്ട് നിങ്ങൾ തീറ്റ വാങ്ങി കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടണ്ട, അവരിപ്പോൾ എല്ലാ ഫുഡും കഴിക്കും. ചെന്നേമ്പാട് കുറച്ച് തീറ്റ ചോറിൽ മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രം കൊടുക്കുക. അങ്ങനെ കുറച്ചേച്ച കൊടുത്ത് അങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതാ ചേട്ടൻ നമ്മുടെ കോഴിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വരുമാനം. ഞാനൊരു വീട്ടമ്മയാണ്. നമുക്ക് വീട്ടിലിരുന്നും വരുമാനം നേടാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും വരുമാനം നേടിയെടുക്കാൻ കഴിയും കേട്ടോ. അതിപ്പം പുറത്ത് ജോലിക്ക് പോയാൽ മാത്രമേ നമുക്കൊരു വരുമാനം കിട്ടുമെന്നില്ല. നമ്മുടെ കോഴിമക്കൾ ഒരാൾ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ തള്ളക്കോഴി നോക്കാത്ത ഒരു 10 കോഴിമക്കൾ അവരെ കൊണ്ടുപോയി കേട്ടോ. 2-3 ദിവസം മുന്നേ പറഞ്ഞിരുന്നു കോഴീനെ വേണം എന്നുള്ളത്. പക്ഷെ ആൾ നിന്നാണ് വന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വരുമാനം. കണ്ടില്ലേ, നമ്മൾ ശ്രമിച്ചാൽ നടക്കും. വീട്ടിലിരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വരുമാനം നേടിയത്. വീട്ടിലിരുന്നു കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നത്. എൻ്റെ വീട്ടിലെ പണികളും കഴിയുന്നുണ്ട്. അതുപോലൊപ്പം തന്നെ എനിക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട്. അല്ലോ, അപ്പോൾ വീട്ടിലിരുന്നും നമുക്കൊരു വരുമാനം നേടിയെടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. പക്ഷേ നമ്മൾ മനസ്സ് വെക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, മുന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട് 7 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട്. ഇതുപോലെ നമ്മളെ അടുത്ത് നല്ല സാധനങ്ങളാണെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് വന്ന് വാങ്ങും കേട്ടോ. നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആരുടെയും കാലും കയ്യും പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആളുകൾ ഇവിടെ വന്ന് വാങ്ങും. ഒരുപാട് നാളായി ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരവസ്ഥ വന്നിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, കോഴിമക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര സങ്കടം. എനിക്ക് മാത്രമല്ല മക്കൾക്കും
സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് ആ ഒരു അമ്മക്കോഴിയാണ് അതിന് കാരണം. അവൾ നോക്കാത്തത് കൊണ്ടാണല്ലോ ഞങ്ങളതിനെ നോക്കിയത്. നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുന്ന സമയത്ത് ആ കോഴികൾ ഇതുപോലെ അച്ചടക്കമില്ല കേട്ടോ. അവർ നല്ല അച്ചടക്കമുള്ള മക്കളായിരിക്കും. അവർ തിന്നുക, അതുപോലെ ഫുഡ് കഴിക്കുക, അതുപോലെ കിടക്കുക, അത് തന്നെയാണ് അവരുടെ. അങ്ങനെ കരയുകയും ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. പക്ഷെ ഇവരങ്ങനെയല്ലായിരുന്നു. ഇവർ ഫുൾ ടൈം കലപില കൂട്ടിയിരിക്കുന്ന മക്കളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീട് ഉറങ്ങി, അതുപോലെ കോഴിക്കോട് ഉറങ്ങി. കണ്ടില്ലേ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ കാണുന്നില്ലേ? കോഴിക്കോട്ടിൽ ഒച്ചപ്പാടോ അനക്കമൊന്നുമില്ല. കോഴിക്കോട് കാലിയായി. ഇത് നമ്മുടെ ലാസ്റ്റ് ബാച്ച് കോഴിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇറക്കണം. അതുവരെ ഇവിടെ ഇനി ഒച്ചപ്പാടോ ബഹളമൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മളെ അടുത്തുള്ള പൂവനുകളൊക്കെ കഴിഞ്ഞിട്ടോ, പൂവൻ കോഴികളും കഴിഞ്ഞു. അവരും ഇതുപോലെ തന്നെയായിരുന്നു, നന്നായിട്ട് മത്സരിച്ച് കൂവാറുണ്ടായിരുന്നു. ഇനി 2 ചെറിയ പൂവൻകുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മൾ കൊടുത്തു. എൻ്റെ അടുക്കളയോട് ചേർന്നാണ് കോഴിക്കോടുള്ളത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കോഴികളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കൂട് കാലിയായിരിക്കുന്നു. ആദ്യം അങ്ങനെയല്ല, നമ്മൾ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് നോക്കി നിന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും. ജനലിൻ്റെ അടുത്ത് തല കണ്ടാൽ അപ്പോൾ അവർ ഒച്ചപ്പാടുണ്ടാക്കും അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അവർക്കറിയാം ആളിവിടെ ഉണ്ട് എന്നുള്ളത്. അവരത് കണ്ടാണല്ലോ ശീലിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തി തരാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റിൽ പറയുക. ഇതുവരെ കോഴീനെ വളർത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു 4 കോഴീനെങ്കിലും ഒന്ന് വളർത്തി നോക്കാം കേട്ടോ.